പാലക്കാട്ടെ കൽമണ്ഡപത്ത് മോഷണ കുറ്റത്തിൽ പിടിയിലായ പ്രതി പോലീസിന്റെ തോക്ക് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ മണിമാരനാണ് പോലീസിനോട് പരാക്രമം കാണിച്ചത്. കഴിഞ്ഞ ദിവസം സമാന രീതിയിൽ തമിഴ്നാട് പോലീസിനെയും മണിമാരൻ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി അജിത് ബാബു ചേരുന്നുണ്ട്. അജിത്ത്, കൈവിലങ്ങുണ്ട് അദ്ദേഹത്തിന്. കൈവിലങ്ങുണ്ടായിട്ട് പോലും ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് എത്തിപ്പെട്ടു കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസവും അല്ലെങ്കിൽ മുൻപും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഈ പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ട് പോലും മുൻകരുതലുകൾ പോലീസ് സ്വീകരിച്ചിട്ടില്ലായിരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, അങ്ങനെ പറയാൻ കഴിയില്ല. അന്തർ സംസ്ഥാന മോഷ്ടാവാണ്. അതായത് കുറ്റവാളി എന്ന മനോഭാവം മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. അത് തന്നെയാണ് ഇവിടെ പ്രകടമായി കണ്ടതും. ഇവിടെ തെളിവെടുപ്പിനായി എത്തിയ ഘട്ടത്തിലാണ്. അതായത് വലിയ തരത്തിലുള്ള പ്രകോപനപരമായ അന്തരീക്ഷമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇതാണ് ശിവദാസിന്റെ വീട്. ഈ വീട്ടിൽ നിന്നുൾപ്പെടെ 3 വീടുകളിൽ നിന്നായി 7,80,000 രൂപയാണ് മോഷണം നടത്തിയത്. ആ മോഷണത്തിന്റെ പണവുമായി കടന്നു കളയുകയും പിന്നീട് വലിയ തരത്തിലുള്ള അന്വേഷണത്തിൽ ഇയാളുടെ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ നിരവധിയായിട്ടുള്ള മോഷണങ്ങൾ, 50-ലധികം മോഷണങ്ങൾ 3 സംസ്ഥാനങ്ങളിലായി നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും തമിഴ്നാട്ടിൽ നിന്നുമായി 50-ലധികം മോഷണ കേസുകളിൽ പ്രതിയാണ്. മാത്രമല്ല, ഈ വലിയ തരത്തിൽ തമിഴ്നാട്ടിലെയും ആന്ധ്രാപ്രദേശിലെയും ഒക്കെ പോലീസ് ഇയാളെ വലിയ കുറ്റവാളിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ്. അത്തരത്തിൽ വളരെ അഗ്രസീവായ സ്വഭാവമുള്ള ഒരു മോഷ്ടാവാണ്. മുഖംമൂടി തിരിഞ്ഞ് വീടുകളിലെത്തുകയും ആയുധമായി എത്തുകയും അഗ്രസീവായ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന ആളാണ്. അത്തരത്തിലാണ് ഈ വീട്ടിനുള്ളിൽ കയറി 7,50,000 രൂപ മോഷ്ടിക്കുന്നത്. മറ്റൊരു വീട്ടിൽ 25,000 രൂപയും 5,000 രൂപയും മോഷ്ടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കടഞ്ഞു കളയുകയായിരുന്നു. പിന്നീടാണ് തമിഴ്നാട് മേട്ടുപ്പാളയം കാരമട സ്റ്റേഷൻ പരിധിയിൽ 25 പവൻ സ്വർണം കവർന്ന കേസിൽ ഇയാൾ പിടിയിലാവുന്നത്. ആ സമയത്താണ് സ്വാഭാവികമായി ഇവിടുത്തെ കേരള പോലീസുമായി ബന്ധപ്പെട്ട കേസിൽ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നതും തുടർന്ന് ഇന്ന് ഇയാളെ ഇവിടെ നാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. എന്നിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പായി ഇവിടെ എത്തിച്ചപ്പോഴാണ് വളരെ അഗ്രസീവായി തന്നെ പോലീസിന്റെ കയ്യിൽ നിന്ന് ഈ തോക്ക് പിടിച്ചു വാങ്ങാനുള്ള ശ്രമം നടത്തുന്നത്. ആ ദൃശ്യങ്ങൾ ഇത്രയും അധികം പോലീസുകാരുണ്ടായിട്ടും അത്തരത്തിലുള്ള സമീപനം നടത്തുന്നത് നേരത്തെയും തമിഴ്നാട് പോലീസിന്റെ പിടിയിലായ ഘട്ടത്തിലും തലയിൽ ഭിത്തി ഇടിച്ചും ഭിത്തിയിലേക്ക് തലയിടിപ്പിച്ചും അതുപോലെ തന്നെ പോലീസിന്റെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങാൻ ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. വളരെ അഗ്രസീവായി പോലീസിനോട് പെരുമാറുന്ന സ്വഭാവമാണ് ഇയാൾക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് വലിയ തരത്തിലുള്ള സന്നാഹങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. എന്നിട്ടും ഇയാൾ തെളിവെടുപ്പിന്റെ സമയത്ത് അഗ്രസീവായി പെരുമാറുകയായിരുന്നു. പക്ഷേ ടാക്ടിക്കലായി തന്നെ പോലീസ് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടാണ് വലിയ അപകടം ഉണ്ടാവാതിരുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ഈ നാട്ടുകാർ ഉൾപ്പെടെ ഇവിടെയുള്ള ആളുകളൊക്കെ, ഇവിടുത്തെ മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേരുന്നുണ്ട്. നിങ്ങളിവിടെ അത് കണ്ടതാണ് എത്രത്തോളം ഭീകരമായ സാഹചര്യമായിരുന്നു. തീർച്ചയായിട്ടും പോലീസുകാർ തെളിവെടുപ്പ് നടത്തി ഫസ്റ്റ് ഫ്ലോർ പോയി സെക്കൻഡ് ഫ്ലോർ ഡോറ് തുറക്കുമ്പോഴാണ് പുള്ളി ഹർഷാദ് SI ആയിരുന്നു, ചാർജുള്ള SI ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ തോക്ക് തട്ടിപ്പറിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അവർ അതിസാഹസമായി തന്നെ അതിനെ അവർ പിടികൂടി അപ്പുറത്ത് കൊണ്ടുപോയി പുള്ളിയെ വയലൻ്റ് ആയിട്ടുള്ള ആളെ സമാധാനപ്പെടുത്തി അയാളെ കീഴ്പ്പെടുത്തി തിരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.